നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും, വരും, വരാതിരിക്കില്ല, പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മനുഷ്യന്റെ വീഡിയോ കണ്ടു. അയാള് ഖുർആൻ വായിച്ചപ്പോൾ അയാൾക്ക് എന്തോ വലിയ അത്ഭുതം തോന്നി. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളായിരിക്കും സമ്മതിക്കുന്നത്. ഇപ്പോ ഒരു ഡ്രാക്കുളയ്ക്കകത്ത് അപ്പം ഓരോ വ്യക്തിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ്. ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അത് വേഗം പോകും, വേറൊരാളുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. ചിലർക്ക് അതൊരു ഒറിജിനാലിറ്റി പോലെ തോന്നും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും സമ്മതിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഖുർആൻ വായിക്കുന്നതായിരുന്നാലും അതല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ഗ്രന്ഥങ്ങളായിരുന്നാലും ശരി, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. അവര് ചിലർ മുൻധാരണയോടുകൂടി വായിക്കും, ചിലർ ഒരു മുൻധാരണയും ഇല്ലാതെ വായിക്കും, ചിലർക്ക് ചില വചനങ്ങൾ സ്പാർക്കായിട്ട് മനസ്സിൽ നിൽക്കും, ചിലർക്ക് എന്തെങ്കിലും ഒരു വാലോ തുമ്പോ കിട്ടിയാൽ തന്നെ മതി, അവർക്ക് വേഗം കത്തും, കാര്യം മനസ്സിലാവും. ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഒരു മലയാളി സ്വന്തം ഭാഷയിൽ ഈ ഖുർആൻ ഒരാവർത്തി വായിച്ചാൽ പിന്നീട് അവൻ ഈ മതത്തിൽ വിശ്വാസം ഉണ്ടാകില്ല, അവൻ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കാനും പറ്റില്ല. കാരണം അത്രമാത്രം അവിശ്വാസങ്ങൾ ഉണ്ട് ഇതിനകത്ത്, അന്യമത വിരുദ്ധതകൾ ഉണ്ട് ഇതിനകത്ത്. പടച്ചോനാണെങ്കിൽ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുകയും ആദ്യം പറഞ്ഞതിനെ പിന്നീട് മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്ന ചില കലാപരിപാടികൾ ഖുർആനിനകത്ത് കാണാം. പിന്നെ പറയുന്നത് പടച്ചോൻ സത്യം ചെയ്യുന്നതാണ്. അല്ല, നമുക്ക് സത്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഈ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞാ പോരെ. നമ്മളെക്കാൾ മഹത്വം തോന്നിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ നമ്മൾ സത്യം ചെയ്യാറ്. ഇപ്പൊ അമ്മ, നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങൾ, പടച്ചോന്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സത്യം ചെയ്യുക. പടച്ചോൻ സത്യം ചെയ്യുന്നത് അത്തിപ്പഴത്തിനെ കൊണ്ടും ഒലീവ് ഓയിലും ഒക്കെ. ഇതെന്ത് സത്യം ചെയ്യലാണ്? രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുക, പകലിനെ കൊണ്ട് സത്യം ചെയ്യുക, സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും സത്യം ചെയ്യുക. അപ്പൊ പടച്ചോൻ എവിടെ നിൽക്കുന്നു? ഈ പകലും രാത്രിയും അത്തിപ്പഴവും ഒക്കെ എവിടെ നിൽക്കുന്നു? കാലത്തെ കൊണ്ട് സത്യം ചെയ്യുക. ഇതൊക്കെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും. പടച്ചോൻ ഒരു കാര്യം പറയണമെങ്കിൽ ശരി, ഇന്നതാണ് കാര്യം, അങ്ങ് പറഞ്ഞാൽ പോലെ. പടച്ചോനെ വിശ്വസിക്കാൻ പടച്ചവന്റെ പടപ്പുകൾ ബാധ്യസ്ഥരാണ് എന്നങ്ങ് ചിന്തിച്ചാ പോലെ. പിന്നെന്തിനാണ് പടച്ചോൻ ഈ സത്യം ചെയ്ത് ബുദ്ധിമുട്ടുന്നത്? ചിന്തിക്കില്ല ആരായിരുന്നാലും. ഒന്നത്. രണ്ട്, കോപിക്കുന്ന പടച്ചോനെ നമുക്ക് ഖുർആനിൽ കാണാം. ശടാ, എല്ലാത്തിനും കഴിവുള്ള പടച്ചോൻ എന്തിനാണ് കോപം? അതിന്റെ ആവശ്യം എന്താണ്? നമ്മളെ കൊണ്ട് എല്ലാ കാര്യത്തിനും കഴിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കോപിക്കേണ്ട കാര്യം അവിടെ വരുന്നതേ ഇല്ല. ഇവിടെ ദേഷ്യപ്പെടുന്നു, ശപിക്കുന്നു, പിന്നെ ഒരാളെ വഴിപിഴപ്പിക്കുന്നു പടച്ചോൻ. ഒരാളോട് പടച്ചോൻ അങ്ങേയറ്റം വല്ലാത്തൊരു കോപം, വെറുപ്പ്. പിന്നെ വിശ്വാസികളോട് പടച്ചോൻ പരസ്പരം മത്സരിക്കുന്നു. പടച്ചോനാണെങ്കിലേ പടച്ചോന്റെ തന്നെ പറയുന്നു. ഇങ്ങനെ വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ ഗോപകുമാർ എന്ന് പറയുന്ന സഹോദരൻ ഖുർആൻ വായിച്ചു. ഖുർആൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ചില എക്സ്പീരിയൻസ് നമ്മളോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. മാത്യു, ഹായ്. ഗോപകുമാറിന്റെ ഇസ്ലാം നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്രൂഫേറ്റ് ചാനലിലേക്ക് സ്വാഗതം. കൊല്ലത്തുള്ള ഇക്ബാൽ സാഹിബിന്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. ഇക്ബാൽ സാഹിബ് ഏകദേശം 19 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ വിഷയങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. 19 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു?
വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള കാരണം നമ്മുടെ ഇടവെക്കുന്നതിലെ മുസ്ലിങ്ങളിൽ കാണുന്ന അനാചാരങ്ങളായിരുന്നു അതിനുള്ള ഒരു റീസൺ. കാരണം നമ്മൾ ബിംബങ്ങളോട് നടത്തി ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവർ എന്താണ് മൺമറഞ്ഞ് പോയവരുടെ മുമ്പിൽ പോയി നമ്മൾ ചെയ്യുന്ന അതേ പ്രവർത്തികൾ ചന്ദന തിരിയാത്തിക്കുക, വിളക്ക് കൊളുത്തുക, അതുപോലെ എണ്ണ നിറച്ചാക്കുക, തുണികൾ പച്ച കളറാകുന്നു, അവിടെ ചുവപ്പ് കളറാണ്. വ്യത്യാസങ്ങളൊന്നും കണ്ടിരുന്നില്ല. മനസ്സിലായോ? അദ്ദേഹത്തിന് അമുസ്ലിങ്ങളോട്, അദ്ദേഹം ഒരു അമുസ്ലിം, അപ്പോഴാണ് കുറെ മുസ്ലിങ്ങളെ ആരാധിക്കുന്നത്. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിനെ വെറുത്തത്. പിന്നീട് എപ്പോഴാണ് സ്നേഹിച്ചത് എന്ന് കൂടി നോക്കാം. ഇതൊക്കെ പരസ്പര വൈരുദ്ധ്യങ്ങളും നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളുമായതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. തോന്നിയിരുന്നില്ല. പക്ഷേ ജോലി സംബന്ധമായി സൗദി അറേബ്യയിലേക്ക് പോവുകയും റിയാദിൽ എത്തിപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ വെച്ച് യാദൃശ്ചികമായി ചില സംവാദം. അപ്പോ എവിടെയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം മത ആശ്ലേഷണം കിടക്കുന്നത് എന്ന് കണ്ടില്ലേ? ജോലി സംബന്ധമായിട്ട് അദ്ദേഹം റിയാദിൽ എത്തുന്നു. ഓക്കെ, കാസറ്റുകൾ കാണാനുള്ള ഇടയായി. അപ്പോ അത് നമ്മുടെ സംവാദങ്ങളിലൂടെ നോക്കുമ്പോൾ ഇസ്ലാം എന്തെന്ന് അതിൽ നിന്ന് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അതിനുവേണ്ടി മഹത്വമുള്ളതാണോ ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്ന ഈ മതത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് വായിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ റൂമിലുള്ള സുഹൃത്തിനോട് മലയാളം പരിഭാഷ ആവശ്യപ്പെട്ടു. വിശുദ്ധ ഖുർആന്റെ മലയാളം പരിഭാഷ നെക്സ്റ്റ് ദിവസം നൽകി. അങ്ങനെ വായന തുടങ്ങിയതാണ്. വായിച്ചു തുടങ്ങിയപ്പോൾ ഒരു എന്താ പറയാ ഇതിൽ തെറ്റുണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടോട് തന്നെയാണ് ഖുർആനെ വായിച്ചു തുടങ്ങിയത്. പക്ഷെ ഓരോ അധ്യായം കഴിയുന്തോറും അതിന്റെ എന്താ പറയാ ഖുർആന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഏകദേശം 30 അധ്യായം സൂറത്ത് റൂം വരെ എത്തി. കുറെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ എന്താണ് നിന്നെ സൃഷ്ടാവിനോട് നന്ദി കാണിക്കാതെയാണ് നീ ഈ കാലമത്രയും ജീവിച്ചത് എന്നുള്ള ചിന്തകൾ മനസ്സിലാക്കുകയും ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബിന് നമ്മുടെ നന്ദി ആവശ്യമുണ്ടോ? നമ്മുടെ നന്ദി പ്രതീക്ഷിച്ചിട്ടാണോ പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്? അവിടെ തന്നെ പടച്ചോൻ ഒരു അല്പനായി പോയില്ലേ? മനുഷ്യൻ സൃഷ്ടിച്ച പടച്ചോൻ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കുകയും മനുഷ്യനെ പോലെ സകലമാന വൈകാരികതകളും ഉൾക്കൊള്ളുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പടച്ചോന് ഒരു ജാമിതാടെ നാവിൽ നിന്നും നന്ദി കേട്ടോ. എന്ത് കാര്യമുണ്ടത്? പ്രേരണയില്ലാതെ. കാരണം ഇപ്പൊ എല്ലാവരും പറയുന്നത് മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നാണ്. മതം മാറുകയല്ല, മറിച്ച് മതം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ നാഥൻ അവൻ ഏകനാണ് എന്നുള്ളത് എല്ലാ വേദഗ്രന്ഥങ്ങളിലും മറ്റുള്ള സത്യത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതിൽ ആ ഏകനായ സൃഷ്ടിയെ ആരാധിക്കുന്ന വിഷയത്തിലാണ് പിന്നീട് എന്ത് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആൾക്കാർ വ്യത്യസ്തമായ ചില ആരാധന കർമ്മങ്ങളിലും ആരാധിക്കേണ്ടവനെ ആരാധിക്കാതെ ആരാധനയ്ക്ക് അർഹരല്ലാത്ത പലരെ ആരാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുകയുണ്ടായി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് പിടിച്ചിരിക്കാനായില്ല. എനിക്ക് വായുവും വെള്ളവും വെളിച്ചവും എനിക്ക് ജീവിക്കാൻ യോഗ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന വിജയം ഉണ്ടാവുള്ളൂ, പരലോകത്തിന് വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ള ഉറച്ച ബോധത്തോടെയാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ വെച്ചാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിലേക്ക്, അതായത് ഇസ്ലാമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താങ്കൾ തീരുമാനിച്ചു. പക്ഷെ ആ ഒരു തീരുമാനം എളുപ്പമുള്ളതായിരുന്നു? പിന്നീട് ഇസ്ലാം സ്വീകരണവും ഒക്കെ സാധാരണ എല്ലാവരും ഫേസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത്. അതായത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ എന്റെ സമുദായം, എന്റെ മാതാപിതാക്കൾ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ? ഞാൻ മനസ്സിലാക്കിയ സത്യത്തെ അതേപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സവർക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാം, ചിലപ്പോൾ സമുദായം തന്നെ പുറത്താക്കിയെന്ന് വരാം. പക്ഷെ അതൊക്കെ താൽക്കാലികമാണെന്നുള്ളൊരു തിരിച്ചറിവ് മനസ്സിന്റെ എവിടെയോ ഒരു ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ജനിച്ചത് നമ്മുടെ അറിവോടുകൂടിയല്ല, മരിക്കുന്നത് നമ്മുടെ അറിവോടുകൂടിയല്ല. അപ്പൊ ജനനവും മരണവും നിശ്ചയിച്ച അതിന്റെ ഇടയിലുള്ള ഇടവേളയായി ജീവിക്കുന്ന ഈ ഒരു നിമിഷം ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ജനിക്കുമെന്ന് അറിയത്തില്ലായിരുന്നു, മരിക്കുമെന്ന് ഉറപ്പായിട്ടും അറിയാം. അല്ലെങ്കിൽ ഈ നിമിഷങ്ങളാണ് നമ്മൾ ജീവിച്ചു കൂട്ടുന്ന ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ആ ജീവിതം നൽകി അതിനെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ തമ്പുരാനാണ് ഈ കണ്ട അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകിയത്. മാതാപിതാക്കളായാലും സമുദായമായാലും ഭാര്യയായാലും മക്കളായാലും ഇതെല്ലാം അവിടുന്ന് വന്ന് അവിടെ നൽകപ്പെട്ട സൗഭാഗ്യങ്ങളാണ്. അപ്പം ഏറ്റവും നന്ദി കാണിക്കാൻ അർഹതപ്പെട്ടവനെ മാറ്റി നിർത്തിയിട്ട് സമുദായത്തിൽ ഈ പ്രശ്നങ്ങളാണ് വലുതെന്ന് ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതാണ് വലുതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു മൂർഖതയാണ്. ഇതെല്ലാം നൽകാൻ കഴിവുള്ള നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടാവുകയും. പക്ഷെ ഈ പിടിവലികൾക്കിടയിൽ നമുക്ക് വേറെ എന്തല്ല, നമ്മൾ തിരിച്ചു ചെല്ലുന്നത് ആ സൃഷ്ടാവിന്റെ മുന്നിലേക്കാണെന്നുള്ള ഒരു ഉറച്ചബോധമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വരാൻ നമുക്ക് സാധിക്കും. സൃഷ്ടാവിനെ മാത്രമാണ് ആരാധനയ്ക്ക് അർഹമെന്നുള്ളൊരു സമ്പൂർണ്ണ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉടനെ നമ്മൾ സമർപ്പിക്കുന്നതാണ്.
ഈ പറഞ്ഞ കാര്യം ശരിയാണ്. പലരെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഈ മാനസികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ സൃഷ്ടാവിന് വിട്ടു കൊടുക്കുക. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാളുണ്ടല്ലോ. ആ സൃഷ്ടാവിന് സമ്പൂർണ്ണം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കാര്യങ്ങൾ എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ചില എതിർപ്പുകൾ ഉണ്ടാവുക അത് സ്വാഭാവികമാണ്. അതല്ലാതെ മറ്റ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്ന് സത്യം പറഞ്ഞാല് എതിർപ്പുകളല്ല, മറിച്ച് ഇതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അവരുടെ തെറ്റിദ്ധാരണകളായിരുന്നു അധികം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റി കൊടുക്കേണ്ട ബാധ്യത ഞാൻ നേരത്തെ തെറ്റായി മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമാണ് ഇസ്ലാം. പക്ഷെ അതിനെ വായിക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുകയും ചെയ്തപ്പോൾ ഇത്രയും ഉദാത്തമായ ഇത്രയും സംസ്കാരത്തിൽ നമ്മളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ദർശനമാണിതെന്ന് മനസ്സിലാക്കുന്നപ്പോഴാണ്. അപ്പൊ അതേപോലെ തന്നെ കുടുംബത്തിൽ ആ തെറ്റിദ്ധാരണകൾ തിരിച്ചപ്പെട്ടപ്പോൾ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്? സംസ്കാര സമ്പന്നമായ ആശയം ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങൾക്ക് എന്തൊക്കെയോ കോട്ടങ്ങളുണ്ട്, അതിൽ നിന്നും വിഭിന്നമായതാണ് ഇസ്ലാം മതവിശ്വാസം. ദേവത പറയട്ടെ, ഈ ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളും ഇതുവരെ അത് പറയാറില്ല. അതായത് എന്റെ മതത്തിൽ ഇന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഇന്ന വസ്തുതകളുണ്ട്. എന്നാലല്ലേ ആ ഗ്രന്ഥം പേറുന്ന കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ അന്ധകാരത്തിന് അവരെ കൂടി മോചിപ്പിച്ച ബാധ്യത നിങ്ങൾക്കില്ലേ? അപ്പോൾ അത് നിങ്ങൾ പൂർത്തീകരിക്കണം. ഒന്നത്. രണ്ട്, ഖുർആൻ വായിച്ചപ്പോഴാണ് വെളിവ് വന്നത്, ഈ വായുവും വെള്ളവും ഈ ലോകവും മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ബോധ്യം എന്ന ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് പറഞ്ഞു. ഖുർആനിലെ ഏതോ വാക്യം വായിച്ചപ്പോഴാണ് താങ്കൾക്കത് തോന്നിയത്. എന്നാലല്ലേ ആ വാക്യം നമുക്ക് ഇവിടെ വായിച്ചു നോക്കാൻ പറ്റുള്ളൂ. നമുക്കും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? മനസ്സിലായി ഇത് ശരിയാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് അത്ര വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും തെറ്റിദ്ധാരണകളുടെ പേരിൽ സാധാരണ കേൾക്കുന്ന കളിയാക്കലൊക്കെ നമുക്ക് പോകുന്ന ചില കാര്യങ്ങളല്ലാതെ അതിനകത്ത് നമ്മൾ കൂടുതൽ ആഴത്തിലിറങ്ങി പോകേണ്ട വിഷയമല്ല. തെറ്റുകൾ തിരുത്തിയാൽ ശരിയാവുന്ന കാര്യമുള്ളൂ. ഇത്രയും മഹത്വപൂർണമായ ഒരു ദർശനം അതിനെ ഈ സാധാരണ രീതിയിലുള്ള, അതായത് സാധാരണ ചിന്താഗതിയുള്ള ആളുകൾ പോലും ഇത്തരം തെറ്റായ ധാരണയിലൂടെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, മുസ്ലിം സമുദായം തലയ്ക്ക് വെളിവുള്ളവർ ചിന്തിക്കും, ബോധ്യവും നിർഭയത്വവും ഉള്ളവർ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഭരണഘടനയെ കുറിച്ചും ബോധ്യമുള്ളവർ എന്ത് ചെയ്യുന്നില്ല, ഈ സത്യത്തിന് എത്തിച്ചു കൊടുക്കാൻ അവർ പ്രയത്നിക്കുന്നില്ല. അതായത് ഒരാളെ മുസ്ലിം ആക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയ സത്യം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നാളെയുടെ ലോകത്ത് വിചാരണയ്ക്ക് വിളിക്കപ്പെടുമെന്നും അതിനുശേഷം ആ വിചാരണ ശേഷം ഇങ്ങനെ മതത്തിലേക്ക് വന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെയല്ലേ മതത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്? ഞങ്ങളോടല്ലേ ഇവരൊക്കെ സംവദിക്കാൻ തയ്യാറാകേണ്ടത്? എന്നിട്ട് ഇവര് പറയണം, നിങ്ങൾ ഈ വിശ്വാസത്തിൽ ജനിച്ചിട്ട് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോയല്ലോ. വരൂ, ഞാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈമാനും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് സംവദിക്കാൻ തയ്യാറാകണം. അയ്യോ, നെറ്റ് കട്ടായോ? DNA കേൾക്കുന്നുണ്ടോ? ഞാൻ ഇക്കട ഹോട്ട്സ്പോട്ടാണ് എടുത്തിരിക്കുന്നത്. കട്ടായോ? സ്ലോ കേൾക്കുന്നുണ്ടോ? DNA കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയോ? അപ്പൊ നോക്കി